ടോക്സിക് മൂവി കണ്ടു. ഈ മൂവിനെ കുറിച്ച് എന്താ പറയേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഞാനിത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, എങ്ങനെ ഇത് എന്താ ഇതിന് റിവ്യൂ എന്താ പറയുക. പക്ഷേ റോക്കി ബായി എന്നുള്ള ഒരു ക്യാരക്ടർ നമ്മുടെ മനസ്സിലുണ്ടല്ലോ, ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ക്യാരക്ടർ മനസ്സിൽ നിന്ന് പോവും. ആ ഒരു യഷ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു ഇതുണ്ടല്ലോ. പക്ഷേ ഈ മൂവിക്കകത്ത് കാണാനായിട്ട് ഞാനിതിൻ്റെ സ്റ്റോറി അതൊന്നും അല്ല. ഞാൻ ഐമാക്സിലാണ് സിനിമ കണ്ടത്. മുകളിലും താഴെയും ചെറിയ ബ്ലാക്ക് ബാർസൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഐമാക്സിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കണ്ടത്. എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ഇന്ന് എനിക്ക് ഈ മൂവി ഞാൻ 2:30 ഷോ ആണ് കണ്ടത്. അപ്പോൾ അതിന് എനിക്ക് ഏകദേശം ഞാൻ ഐമാക്സിലേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ വരാനായിട്ട് എനിക്കൊരു 1000 രൂപയ്ക്ക് മേലിൽ പെട്രോൾ അടിക്കണം. പിന്നെ ഞാൻ ഒരു പ്രാവശ്യം ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പിന്നെ ഒരു ഇതിന് വേണ്ടിയിട്ട് എനിക്ക് ആ സമയത്ത് എത്താൻ പറ്റിയില്ല. അതുകൊണ്ട് ടിക്കറ്റ് എനിക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. എന്നിട്ട് വീണ്ടും അടുത്തൊരു ടിക്കറ്റ് ഞാൻ 2:30 ബുക്ക് ചെയ്തു. അത് 700 സംതിങ് ആയി. ടോട്ടൽ എനിക്ക് ഒരു 2000 മേലിലായിട്ടുണ്ട് ഈ മൂവി കാണാനായിട്ടുള്ള പരിപാടിക്ക് വേണ്ടിയിട്ട്. പക്ഷേ അത് പൈസ പോയാൽ അങ്ങനെയൊന്നും എനിക്കൊന്നും തോന്നിയൊന്നുമില്ല. വിഷ്വലി ഈ സിനിമ കാണാനായിട്ട് നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് വിഷ്വലി അവരത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ BGM, ആക്ഷൻ സീൻസ്, പിന്നെ VFX ചില ഇടങ്ങളിലൊക്കെ ഈ ബ്ലാസ്റ്റ്, തീ, ഫയർ ആ സീനൊക്കെ വരുമ്പോഴത്തേക്കും ചിലയിടത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ല, ഒരു മോശം VFX തോന്നുന്നുണ്ട്. പക്ഷേ ടോട്ടലി നോക്കുമ്പോഴത്തേക്കും ഡീസൻ്റ് ആയിട്ട് അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ആക്ടേഴ്സിൻ്റെ ആക്ടിങ് ഒക്കെ നോക്കിയാലും ചില സമയങ്ങളിൽ നമുക്കിതൊരു കുറച്ച് എനിക്ക് തോന്നുന്നു ഡബിങ്ങിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല. ഞാൻ തമിഴാണ് കണ്ടത്. അതിലെനിക്ക് കുറച്ച് നാടകീയമായിട്ടുള്ള ഡബിങ് ഒക്കെ എനിക്ക് തോന്നി. നാടകത്തിലൊക്കെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറയില്ല, അതുപോലെ തോന്നി. പക്ഷേ യഷിൻ്റെ ആക്ടിങ് ഇതിൽ 2 ക്യാരക്ടർ ഉണ്ട്. അത് രണ്ടും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് തന്നെയുള്ള ക്യാരക്ടേഴ്സായിട്ട് തോന്നും. ബോഡി ലാംഗ്വേജ് ആയിക്കഴിഞ്ഞാലും എല്ലാം. പക്ഷേ ബാക്കി ഈ സ്റ്റോറി എന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിൽ വലുതായിട്ട് അങ്ങനെ വലിയ സ്റ്റോറി ആയിട്ടൊന്നും പറയാനായിട്ട് ഓക്കെ, അതൊരു റിവെഞ്ച് ഒക്കെ ഫാദർ സൺ അവരുടെ ഒരു റിവെഞ്ച് ഒക്കെ ഉണ്ട്. പക്ഷേ അത് കുറച്ചേ ഉള്ളൂ. മോസ്റ്റ് ഓഫ് ദ ടൈം ഈ സിനിമ ഈ രായൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ അഫയേഴ്സ് അതിലിങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിലാണ് ഇതിങ്ങനെ അതിലൂടെയാണ് പോകുന്നത്. അല്ലാതെ ഈ രായൻ എന്നുള്ള ക്യാരക്ടറിന് വെളിയിൽ നിന്നുള്ളൊരു ത്രെട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളല്ല കൂടുതലുള്ളത്. പുള്ളിയായിട്ട് തന്നെ വരുത്തി വയ്ക്കുന്ന പ്രശ്നങ്ങളാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു ഔട്ട്സൈഡ് ഇങ്ങനെ നിന്നിങ്ങനെ കാണാം. ഇവരിങ്ങനെ വിഷ്വലി അത് കാണാം. നമുക്ക് ആ ക്യാരക്ടേഴ്സൊക്കെ ഉള്ള ഫൈറ്റും കാര്യങ്ങളും അവരുടെ എന്താ പറയുക കോൺവെർസേഷൻസ് ഒക്കെ നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാന്നല്ലാതെ നമ്മൾ കഥയിലേക്ക് ഇന്നാവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി കഥയിലേക്ക് നമ്മൾ കയറിയിട്ട് അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവുക, അല്ലെങ്കിൽ ഒരു ഫൈറ്റ് വരുമ്പോഴത്തേക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തിനാണ് അല്ലെങ്കിൽ ഈ ഫൈറ്റ് ഇപ്പോൾ വേണം എന്നൊക്കെ നമുക്കൊരു ഐഡിയ, മനസ്സിലൊരു ക്ലാരിറ്റി ഇല്ല. എന്തൊക്കെയോ ഫൈറ്റൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാര്യങ്ങൾ ഡയലോഗ് പറയുന്നുണ്ട്. ഒരു 1000 പേരെ ഇതിനകത്ത് കൊല്ലുന്നുണ്ട്. 1000-ന് മേലിൽ കൊല്ലുന്നുണ്ടെന്ന് തോന്നുന്നു. 1000 ഒന്നുമല്ല, കാണുന്നവരെയും മിണ്ടുന്നവരെയൊക്കെ തട്ടിക്കളയുവാണ്. അതിൻ്റെതായിട്ടുള്ള ഒരു രീതികൾ അതങ്ങനെയൊന്നുമില്ല. ഈ കഥ സെറ്റ് ചെയ്തിരിക്കുന്നത് പറയുമ്പോഴത്തേക്കും ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഈ പോർച്ചുഗീസ് അങ്ങനെ എന്തൊക്കെയൊക്കെയാണ് ഇൻ്റർവ്യൂസിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിൽ ഈ ടൈം പീരീഡിൽ കാണിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത് അവിടെ തന്നെ സെറ്റ് ചെയ്യണം എന്നുള്ള ഈ സ്റ്റോറിക്ക് അത് ആവശ്യമാണ് അങ്ങനെയൊന്നുമില്ല. പക്ഷേ ആ ഒരു കാലഘട്ടത്തിലായതുകൊണ്ട് തന്നെ ഇതിൽ ഈ സിനിമ സെറ്റ് ചെയ്തിരിക്കുന്ന ഇതിൻ്റെ സെറ്റും കാര്യങ്ങളും പിന്നെ ഇതിൻ്റെ ഈ VFX സെറ്റ് ഒരുക്കി വെച്ചിരിക്കുന്ന അവരുടെ ഒരു വേൾഡും അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് സ്ക്രീനിൽ കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ നന്നായിട്ട് തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എഡിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഉജ്വൽ കുൽക്കർണി, അങ്ങനെ ആ പയ്യൻ്റെ പേര്, മറ്റേ KGF 2 എഡിറ്റ് ചെയ്ത ആ പയ്യൻ തന്നെയാണ് ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. എഡിറ്റിംഗ് ഒക്കെ നല്ല ഫാസ്റ്റ് കട്ട് എഡിറ്റിംഗ് ആണ്. അതുപോലെ തന്നെ സൗണ്ട് മിക്സിങ് ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ പൊളിയായിട്ട് പെടായിട്ട് ചെയ്തിട്ടുണ്ട്. ഗീതു മോഹൻദാസിന് അങ്ങനെ പണിയറിയാത്ത, ഞാനിപ്പോൾ ഈ സിനിമ കാണുന്നതിന് തൊട്ട് മുമ്പ് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ യൂട്യൂബ് ഇങ്ങനെ ജസ്റ്റ് എപ്പോഴോ എൻ്റെ കൈതട്ടി ഞാൻ നോക്കാതിരുന്ന് കാണാമെന്ന് വെച്ചതാണ്. വേറെ ഒരു റിവ്യൂവും പുറത്തുനിന്നുള്ള കാണാമെന്ന് വെച്ചതാണ്. പക്ഷേ എന്തോ ഒരു ഇതിൽ ഞാൻ
കുറച്ച് ട്രോള് പോലെ എന്തൊക്കെയോ ഞാൻ കണ്ടു ഞാൻ ഗീതു മോഹൻദാസിനെയൊക്കെ വെച്ചിട്ട്. പക്ഷേ എനിക്കിത് കണ്ടതിന് ശേഷം ഈ സിനിമ ടെക്നിക്കലി വിഷ്വലി ഭയങ്കര ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഫിലിമാണ്. ഇന്ത്യയിൽ തന്നെ ഇങ്ങനെയുള്ളൊരു ഫിലിമൊക്കെ കുറച്ചൊക്കെ വന്നിട്ടുണ്ടാവുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ അനിമലൊക്കെ ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഇത് ഇഷ്ടപ്പെടാം. എനിക്ക് അനിമൽ ഇഷ്ടപ്പെട്ടു പേഴ്സണലി. പക്ഷേ അതിൽ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു എമോഷൻസ് കുറച്ചും കൂടെ ഒരു നമുക്ക് ചില സമയത്തൊക്കെ കണക്ട് ആവും. ഈ ഫൈറ്റിൻ്റെ ആ സമയത്തെങ്കിലും നമുക്കൊരു ഒരു ഇത് കണക്ട് ആവും. പക്ഷെ ഇതിൽ എനിക്ക് അങ്ങനെ ഒരു തോന്നിയില്ല. പിന്നെ യഷിനെയൊക്കെ മരണപ്പണി എടുപ്പിച്ചിട്ടുണ്ട്. നയൻതാരയുടെ ക്യാരക്ടർ അധികം അങ്ങനെ ഒന്നും ചെയ്യാനൊന്നും ഇല്ല, എന്നാലും കുറച്ച് ഫൈറ്റും കാര്യങ്ങളൊക്കെ അവർക്കും ഉണ്ട്. പിന്നെ കിയാര, അവരുടെ ക്യാരക്ടറും നന്നായിരുന്നു, ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു. അവരുടെ ചില ഡയലോഗുകളാണ് ഞാൻ പറഞ്ഞത്, അത് ഡബ്ബിങ്ങിൻ്റെ പ്രശ്നമാണെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് തോന്നുന്നു ട്രെയിലർ കണ്ടപ്പോഴും അതിൽ എല്ലാ ട്രെയിലറുകളിലും അവരുടെ ഡബ്ബിങ്ങിന് മാത്രം കുറച്ചൊരു ഇതുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി അവർ സർക്കസിലൊക്കെ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. പക്ഷേ ഓവറോൾ മൂവി ഇതുപോലെ നല്ലൊരു സൗണ്ട് ഒക്കെയുള്ള ഒരു തിയേറ്ററിൽ ഡോൾബി അറ്റ്മോസ്ഫിയറിലിരുന്ന് നമുക്ക് നല്ലൊരു സ്ക്രീനിൽ കാണാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ വൺ ടൈം വാച്ച് നല്ല നമുക്ക് വിഷ്വലൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഇരുന്ന് കാണാം, ഫൈറ്റും കാര്യങ്ങളൊക്കെ കാണാം. അല്ലാതെ ഇവരെന്താ ഈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ലോജിക്കലി ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ ഒന്നും ഇഷ്ടപ്പെടാമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പേഴ്സണലി നമുക്ക് ആ ഒരു ഏജിന് മേലോട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഒരു ഇത് ചിന്താഗതി ഉള്ള അവർക്കൊന്നും ഇതങ്ങനെ ഇഷ്ടപ്പെടത്തില്ല. പിന്നെ ഇതിലങ്ങനെ വലുതായിട്ടൊന്നുമില്ല, ഇതിലിങ്ങനെ തന്നെയാണ് പുള്ളിയുടെ ഓരോരോ കുൽസിത കാര്യങ്ങൾ. അത് അല്ലെങ്കിൽ പിന്നെ ഈ യശ് ആയതുകൊണ്ട് തന്നെ ഒന്നുകിൽ നിങ്ങൾ അത് ഫോക്കസ് ചെയ്തിട്ട് അതിലത് കാണിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. അല്ലെങ്കിൽ അത് വേറൊരു സൈഡാക്കിയിട്ട് വേറെ ഒരു സ്റ്റോറിയുടെ ഒരു പോയിന്റിലേക്ക് കഥയെ കൊണ്ടുപോവുക. ഇത് മെയിൻ പുള്ളിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ കുറച്ച് ലേഡീസിനെ കണ്ടിട്ട് അവരോടായിട്ടുള്ള ഒരു പ്രണയം, അവരുമായിട്ടുള്ളൊരു റിലേഷൻ ബിൽഡ് ചെയ്യുന്നത്, അതിലുണ്ടാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഇതിൽ ഈ യഷിൻ്റെ ക്യാരക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഇവരുടെ സീൻസൊക്കെ കാണിക്കുമ്പോൾ, കുറച്ച് ഇൻറ്റിമേറ്റ് സീൻസൊക്കെ കാണിക്കുമ്പോഴേക്കും എപ്പോഴും പുള്ളി ഈ കഴുത്തിന് ചുറ്റും ഇങ്ങനെ മണപ്പിച്ച് നടക്കുന്ന ആ ഒരു ഇതേ അതിൽ ചെയ്യുന്നുള്ളൂ. അല്ലാതെ അങ്ങനെയും നമുക്ക് അതിനോടുള്ള ഒരു ഇതില്ല, ഇങ്ങനെയും ഇതിനോടുള്ള ഒരു കണക്ഷൻ ഇല്ല, ഒന്നും ഇല്ലാത്തൊരു രീതിയിൽ. അങ്ങനെ ഞാൻ രുക്മിണിയൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ അവരുടെ ക്യാരക്ടേഴ്സിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അതെന്തായിരിക്കും എന്നൊക്കെ നോക്കാനും, ഹുമ ഖുറേഷിയോ അവരുടെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെയൊക്കെ കുറച്ച് ഇതൊക്കെ എനിക്ക് രുക്മിണിയെ കണ്ടപ്പോഴത്തേക്ക് അതിലുള്ള കുറച്ച് അവരുടെ ക്യാരക്ടറിൻ്റെ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത് കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ. എന്താണിത്, ഏതാണ്, ഒന്നിനും ഒരു ക്ലാരിറ്റിയോ അല്ലെങ്കിൽ ഒരു എമോഷണൽ കണക്റ്റോ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ പടപട നടക്കുന്നു, കാര്യങ്ങൾ പോകുന്നു എന്നല്ലാതെ ഒരു ഓവറോൾ അങ്ങനെ എനിക്കൊന്നും വലിയ ഒരു സുഖം തോന്നിയില്ല പടം. പിന്നെ കണ്ടുകൊണ്ടിരിക്കാം, നമുക്കിങ്ങനെ കാണാം. എനിക്കങ്ങനെ ബോറൊന്നും അടിച്ചില്ല. ഞാൻ ഈ വിഷ്വൽസ് ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു, അതിൻ്റെ കളർ ഗ്രേഡിങ്ങും എഡിറ്റിങ്ങും ആക്ഷൻ സീക്വൻസും സിനിമാറ്റോഗ്രഫി. പിന്നെ രാജീവ് രവിയല്ലേ ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത്, എക്സലൻ്റ് ആയിരുന്നു. ചില സ്ഥലങ്ങളിൽ മാത്രം ഈ VFXൻ്റെ ചില പ്രശ്നങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ടെക്നിക്കലി ഹൈ ടോപ്പ് നോച്ച് സിനിമ തന്നെയാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പിന്നെ ഈ സ്റ്റോറി വൈസ് ഇങ്ങനെ ഒരു കണക്റ്റ് ഇല്ലാതെ പോയി, അത് മാത്രമേ ഉള്ളൂ. എന്തായാലും പോയി കാണാവുന്നത് തന്നെയാണ് പടം. പോയി ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെട്ട് കാണാം. അല്ലാതെ എനിക്ക് വലിയ മോശമല്ല, പണി അറിയില്ലാത്ത ഡയറക്ടർ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ഗീതു മോഹൻദാസിൻ്റെ ഒരു ക്രാഫ്റ്റ് മുന്നേ ഉള്ളതൊക്കെ വെച്ചിട്ട് ഈ മൂത്തോനായി കഴിഞ്ഞാലും അതിന് മുന്നേ ചെയ്ത പടങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാലും അതിൽ നമുക്ക് കുറച്ചുകൂടി ഇൻറ്റൻസ് ആയിട്ടുള്ള സ്റ്റോറി ഉണ്ട്. പക്ഷെ ഇതിലങ്ങനെ എനിക്ക് എനിക്ക് കണക്റ്റ് ആയില്ല. ബട്ട് വിഷ്വലി അല്ലെങ്കിൽ ഒരു സിനിമ ഈ ഗീതു മോഹൻദാസിനെ കൊണ്ട് ഇന്ത്യയിൽ തന്നെ നല്ല രാജമൗലി, പ്രശാന്ത് നീൽ അവരെയൊക്കെ പോലെ തന്നെ നല്ലൊരു സിനിമ അവർക്ക് എടുക്കാൻ പറ്റും. അവർക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. എന്തായാലും ഡിസപ്പോയിൻ്റ് ഒന്നും തോന്നിയില്ല. വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്.